അസ്സലാമു അലൈക്കും. ഇന്ന് നമ്മൾ നല്ലൊരു അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള വെറും 5 മിനിറ്റിൽ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ നല്ലൊരു പാൽപ്പുട്ടിൻ്റെ റെസിപ്പിയും കൊണ്ടാണ് കേട്ടോ വന്നത്. കണ്ടാൽ തന്നെ അറിയാൻ പറ്റും, കാണാനൊക്കെ നല്ല ഭംഗിയുണ്ട്, അതുപോലെ തന്നെ കഴിക്കാനായിട്ട് നല്ല രുചിയാണ് കേട്ടോ. അപ്പോൾ ഇന്ന് നമ്മൾ പുട്ടുപൊടി വെച്ചിട്ടല്ല ചെയ്യണത്, നമ്മുടെയൊക്കെ വീട്ടിൽ എപ്പോഴും ഉണ്ടാകുന്ന ചോറ് വെച്ചിട്ടാണ് കേട്ടോ ഈ ഒരു പാൽപ്പുട്ട് ഞാൻ റെഡിയാക്കിയെടുത്തത്. നല്ല സൂപ്പർ ടേസ്റ്റായിരുന്നു. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിതാ ഒരു 1/4 കപ്പ് നൈസ് അരിപ്പൊടി കേട്ടോ, നമ്മുടെ ഇടിയപ്പത്തിനും ഒക്കെ അരിപ്പൊടിയിലോട്ട് ഏകദേശം 1 കപ്പ് ചോറ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഏത് അരിയുടെ ചോറ് വേണമെങ്കിലും നമുക്ക് ഇട്ട് കൊടുക്കാം. ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുത്തിട്ട് നല്ല രീതിയിൽ തന്നെ ഇളക്കിയെടുക്കാം. അപ്പോൾ ഈ ഒരു സ്റ്റെപ്പ് വേണമെന്നുണ്ടെങ്കിൽ സാധാരണ നമ്മളൊക്കെ ഒരുപാട് പൈസ കൊടുത്തിട്ട് പുട്ടുപൊടി വാങ്ങിക്കുന്ന ആൾക്കാരാണെങ്കിൽ പുട്ടുപൊടി ഇതാ നമ്മളെല്ലാവരും പുട്ട് ചുടാൻ വേണ്ടി ഒന്ന് കുതിർത്തിയെടുക്കുമല്ലോ, അതുപോലെ ചെയ്തെടുത്താൽ മതിയാകും. ഞാൻ സാധാരണ പുട്ടുപൊടി വാങ്ങാറില്ല, ഇതുപോലെ ചോറ് വെച്ചിട്ടാണ് കേട്ടോ പുട്ടുണ്ടാക്കാറ്. നല്ല ടേസ്റ്റുമാണ്, അതുപോലെ തന്നെ നല്ല സോഫ്റ്റുമാണ്. അപ്പോൾ സാധാരണ പുട്ടുപൊടി കയ്യിലുള്ളവർ അതെടുക്കുക, അതല്ലെങ്കിൽ അതൊന്നും ഇല്ല എന്ന് എഴുതിയിട്ട് ആരും ടെൻഷൻ ആവേണ്ട. ഒരു ഇച്ചിരി അരിപ്പൊടിയും അതുപോലെ തന്നെ കുറച്ച് ചോറുണ്ടെങ്കിൽ എളുപ്പത്തിൽ ഇതുപോലെ ഉണ്ടാക്കിയെടുക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ രണ്ടും നല്ല രീതിയിൽ മിക്സാക്കി ഒരു ഇച്ചിരി ഉപ്പ് ഇട്ടിട്ട് നേരെ മിക്സിയുടെ ജാറിലൊക്കെ ഇട്ട് കൊടുക്കുക. വെള്ളം ഒഴിക്കേണ്ട ആവശ്യമില്ല കേട്ടോ. ഒന്ന് പൾസ് മോഡലിട്ട് ഒന്ന് കറക്കിയെടുക്കുമ്പോഴേക്കും നമ്മളെ പുട്ടുപൊടി ഇവിടെ റെഡി ആയിട്ട് കിട്ടിയിട്ടുണ്ട്. നല്ല സോഫ്റ്റാണ് കേട്ടോ ഈ ഒരു ചോറ് വെച്ചിട്ടുള്ള ഈ ഒരു പുട്ടുപൊടി. ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് ചെയ്ത് നോക്കാം. അതുപോലെ തന്നെ നമ്മുടെ ഈ ഒരു പാൽപ്പുട്ടിൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാവുന്ന കരുതണം. ഇഷ്ടമാവുമെങ്കിൽ എല്ലാവരും നമ്മുടെ വീഡിയോക്ക് ഒരു ലൈക്ക് തരാം കേട്ടോ. അപ്പോൾ നമ്മുടെ പൊടി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ബാക്കി രണ്ടാമത്തെ ട്രിപ്പും ഞാനൊന്ന് ഇതുപോലെ ഒന്ന് പൊടിച്ചെടുക്കട്ടെ. സാധാരണ എല്ലാവരും കടയിൽ നിന്ന് പോയിട്ട് പുട്ടുപൊടി വാങ്ങിക്കൊണ്ടുവരും, 60-70 രൂപ കൊടുത്തിട്ട്. അതിൻ്റെ ഒന്നും ആവശ്യമില്ല കേട്ടോ. ഇതുപോലെ ഇത്തിരി ചോറും നൈസ് അരിപ്പൊടി ഉണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ മിക്സിയിലിട്ട് ഒരു മിനിറ്റിലൊന്ന് കറക്കിയെടുക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ പൊടിയൊക്കെ ഇവിടെ ഏകദേശം റെഡി ആയിട്ടുണ്ട്, കണ്ടല്ലോ. നല്ല അടിപൊളിയായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ എപ്പോൾ എടുക്കുന്ന സമയങ്ങളിലും ചോറ് കുറച്ച് കൂടുതലും പൊടി കുറവായ രീതിയിൽ എടുക്കണം കേട്ടോ. അങ്ങനെ ആകുമ്പോഴേ നമുക്ക് ആ പുട്ടുപൊടിൻ്റെ ആ നനവൊക്കെ ഒന്ന് കൃത്യമായിട്ട് വരുള്ളൂ. ഇനി നമുക്കിതിലോട്ട് പാൽപ്പുട്ടിലോട്ട് ഒരു 2 ക്യാരറ്റ് കേട്ടോ ഞാനെടുത്തത്. ഇനിയിപ്പോൾ ഒന്നെടുത്താലും കുഴപ്പമൊന്നുമില്ല. അതിൻ്റെ പുറമേയുള്ളൊരു തൊലിയൊക്കെ കളഞ്ഞു കൊടുത്തിട്ട് നമ്മുടെയൊക്കെ വീട്ടിൽ ഗ്രേറ്റർ ഉണ്ടാവുമല്ലോ, ആ ഒരു ഗ്രേറ്ററിൽ വെച്ചിട്ട് ചെറുതായിട്ടൊന്നിങ്ങനെ വരുതിയെടുക്കുക. അതല്ല എന്നുണ്ടെങ്കിൽ മിക്സിൻ്റെ ജാറിലിട്ടിട്ട് ഒന്ന് കറക്കിയെടുക്കുക കേട്ടോ. നന്നായിട്ട് അങ്ങ് പൊടിഞ്ഞു പോകേണ്ട ആവശ്യമില്ല. ചെറുതായിട്ട് ഇങ്ങനെ ഗ്രേറ്റ് ചെയ്യുമ്പോഴാണ് നമ്മുടെ ഈ ഒരു പുട്ടിന് ടേസ്റ്റും വരുന്നത്. അപ്പോൾ ഗ്രേറ്റർ ഉള്ളവർ ഇതുപോലെ ഒന്ന് ക്യാരറ്റിൻ്റെ പുറമേയുള്ള തൊലിയൊക്കെ കളഞ്ഞ് വൃത്തിയായിട്ട് കഴുകിയിട്ട് ഇതുപോലെ ഒന്ന് വരുതി കൊടുത്താൽ മതി. നല്ല ടേസ്റ്റാണ് ഈ ഒരു പുട്ട് കഴിക്കാനായിട്ട്. രാവിലെയൊക്കെ വളരെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കുക. അതുപോലെ തന്നെ ഈ ഒരു പുട്ടുണ്ടാക്കുന്ന സമയത്ത് നമുക്ക് കറികളൊന്നും ആവശ്യമില്ല കേട്ടോ, അത്രയും ടേസ്റ്റിയാണ്. അപ്പോൾ കണ്ടല്ലോ, ഇതുപോലെ ഒന്ന് ഗ്രേറ്റ് ചെയ്ത് മുഴുവൻ എടുത്ത് വെക്കുന്നുണ്ട്. ഇനി നമുക്കൊരു പാൻ ചൂടാക്കാനായിട്ട് വെക്കാം. അതിലോട്ട് ഏകദേശം ഒരു ടീസ്പൂൺ നെയ്യ് ഒഴിച്ച് കൊടുക്കുക കേട്ടോ. നമ്മുടെ മിൽമയുടെ നെയ്യ് ഉണ്ടെങ്കിൽ അതന്നെ എടുക്കാൻ നോക്കുക. ഡാൾഡയും ഒക്കെ ഒഴിവാക്കിയിട്ട് മിൽമ നെയ്യല്ലേ, അത് നല്ലതാണല്ലോ, നമ്മുടെ കുട്ടികൾക്കൊക്കെ വളരെ നല്ലതാണ്. നമ്മുടെ നെയ്യ് നല്ല രീതിയിൽ തന്നെ ഒന്ന് ചൂടായി വരട്ടെ കേട്ടോ. ചൂടായി വന്നിട്ട് ഇതിലോട്ട് ഞാനൊരു 1/2 കപ്പ് തേങ്ങ ചിരവിയതൊന്ന് ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ തേങ്ങയ്ക്കൊന്നും ഞാനൊരു പ്രത്യേകിച്ച് കണക്ക് പറയുന്നില്ല, തേങ്ങ എത്രത്തോളം ഇട്ടാലും നല്ല ടേസ്റ്റാണ് കേട്ടോ ഈ ഒരു പാൽപ്പുട്ടിന്. തേങ്ങ ഇട്ട് കൊടുത്തിട്ട് നല്ല രീതിയിൽ തന്നെ ഒന്ന് വറുത്തെടുക്കുക എന്ന് പറഞ്ഞാൽ ഒരു ബ്രൗൺ കളറൊന്നും ആവേണ്ട ആവശ്യമില്ല കേട്ടോ. അതിലുള്ള വെള്ളമൊക്കെ ഒന്ന് വലിഞ്ഞ് കിട്ടിയാൽ മാത്രം മതിയാകും. അതുപോലെ തന്നെ ഈ ഒരു സമയത്ത് ഒരു 2 ടേബിൾ സ്പൂണോളം നമ്മൾ നട്ട്സ് ഉണ്ടല്ലോ, ഏതെങ്കിലും നട്ട്സ്. അപ്പോൾ ഞാനിവിടുത്തെ കാഷ്യൂനട്ടാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ കയ്യിൽ ബദാമോ പിസ്തയൊക്കെ ഉണ്ടെങ്കിൽ ഏതെങ്കിലും നട്ട്സൊക്കെ ഈ ഒരു ടൈമിൽ ഇട്ട് കൊടുക്കുക. 2 ടീസ്പൂൺ മാത്രം മതി. അപ്പോൾ നമ്മൾ ഈ പുട്ട് കഴിക്കുന്ന ടൈമിൽ നല്ല രുചിയാണ് കേട്ടോ, അടിയിൽ ഇങ്ങനെ കടിക്കാൻ കിട്ടുമ്പോൾ. പിന്നെ ഇതിലോട്ട് നമ്മൾ ഏകദേശം ഒരു 2 ടേബിൾ സ്പൂൺ പഞ്ചസാരയാണ് ഞാൻ ഇട്ട് കൊടുത്തത്. പഞ്ചസാരയുടെ അളവ് നമ്മുടെയൊക്കെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്ത് കൊടുക്കുക കേട്ടോ. അത്യാവശ്യം മധുരവും ആ ഒരു പാലിൻ്റെ രുചിയൊക്കെ കൂടിയിട്ടാണ് നമ്മുടെ ഈ ഒരു പുട്ട്. അതുകൊണ്ട് തന്നെ ഇതൊക്കെ കുട്ടികൾക്ക് വളരെ ഇഷ്ടമാവും കേട്ടോ. രാവിലെയൊക്കെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാതെ സ്കൂളിൽ പോകണ നമ്മുടെ മക്കളൊക്കെ ഉണ്ടെങ്കിൽ എന്തായാലും ഇതൊന്ന് ചെയ്ത് നോക്കാം. പഞ്ചസാരയൊക്കെ ഇട്ട് ഇളക്കിയതിന് ശേഷം ഇതിലോട്ട് 2 ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്ത് വെച്ചത് ഇട്ട് കൊടുക്കുകയാണ്. ക്യാരറ്റിൻ്റെ അളവ് നമ്മുടെ ഇഷ്ടമാണ് കേട്ടോ. ചിലർക്ക് അധികം ഇഷ്ടം ഉണ്ടാവില്ല അതിൻ്റെ ഒരു ചൊവ, അങ്ങനെ നിങ്ങൾക്ക് ഒഴിവാക്കി കൊടുക്കാം. എന്നാലും കുറച്ച് ഇടണം കേട്ടോ, അതൊരു ടേസ്റ്റുമാണ്, കാണാനൊരു ഭംഗിയാണ്. പിന്നെ പച്ചക്കറി തീരെയും കഴിക്കാത്ത മക്കളൊക്കെ നമ്മുടെ വീട്ടിലുണ്ടെങ്കിൽ ഇതുപോലെ ഉണ്ടാക്കി കൊടുക്കുകയാണെങ്കിൽ ഇഷ്ടം പോലെ അവർ കഴിച്ചോളൂ കേട്ടോ ഈ ഒരു പാൽപ്പുട്ട്.
ക്യാരറ്റ് ഇട്ട ഉടനെ ഒരുപാട് സമയം നമുക്ക് ഇളക്കി കൊടുക്കേണ്ട ഒരു ആവശ്യമൊന്നുമില്ല. അതിലെ വെള്ളം ചെറിയ രീതിയിലൊന്നാണ് വലിഞ്ഞ് കിട്ടുമ്പോഴേക്കും നമുക്കിത് ഓഫാക്കി കൊടുക്കണം കേട്ടോ. ക്യാരറ്റിൻ്റെ ഈ ഒരു കളർ ഇതുപോലെ തന്നെ കിട്ടണം. ഈ ഗ്യാസ് ഓഫാക്കിയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ പുട്ടുപൊടി ഇവിടെ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. കുറച്ച് തേങ്ങ എടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ നേരത്തെ ഒന്ന് ചൂടാക്കി വെച്ച ഈ ഒരു ക്യാരറ്റിൻ്റെയും തേങ്ങയുടെയൊക്കെ മിക്സ് ഇതിലൊക്കെ ഇട്ട് കൊടുക്കുകയാണ്. നന്നായിട്ട് ചൂടാറിയതിന് ശേഷം മാത്രം ഇട്ട് കൊടുത്താൽ മതിയാകും. ഇനി എല്ലാം കൂടി നമുക്ക് നല്ല രീതിയിലൊന്ന് മിക്സാക്കി എടുക്കണം കേട്ടോ. അപ്പോൾ ക്യാരറ്റ് ഇഷ്ടമില്ലാത്ത മക്കളാണെന്നുണ്ട് എഴുതിയിട്ട് നിങ്ങൾ ക്യാരറ്റ് ഒരിക്കലും ഒഴിവാക്കിയിട്ട് ഇത് ഉണ്ടാക്കരുത്. ക്യാരറ്റ് ഇട്ട് തന്നെ ഉണ്ടാക്കി കൊടുക്കുക. നമ്മുടെ മക്കൾക്ക് ഇതിൻ്റെ ചുവയൊന്നും ഈ ഒരു പുട്ടിലും കൂടെ അറിയില്ല കേട്ടോ. നല്ല ടേസ്റ്റാണിത് കഴിക്കാനായിട്ടും. നട്ട്സും ആ ഒരു തേങ്ങയും ഒക്കെ എല്ലാം കൂടി ചേരുമ്പോൾ സൂപ്പർ ടേസ്റ്റാണ്. അങ്ങനെ നമ്മളെ കൈ വെച്ചിട്ട് പതുക്കെ എല്ലാം കൂടി നല്ല രീതിയിലൊന്ന് മിക്സാക്കി കൊടുക്കാം. നമ്മളെ ക്യാരറ്റ് ചെറിയ ചെറിയ രീതിയിൽ ഇങ്ങനെ ഉണ്ടായിട്ട് നിൽക്കുന്നുണ്ടെങ്കിൽ അതൊക്കെ കൈ വെച്ചിട്ട് ചെറിയ രീതിയിലൊന്ന് പൊടിച്ചു കൊടുക്കട്ടോ. അപ്പോൾ ഞാനിതിൽ ഏകദേശം 2 ക്യാരറ്റൊക്കെ ഇട്ടാണ്. അപ്പോൾ ക്യാരറ്റിൻ്റെ അളവ് കുറക്കണവർക്ക് അങ്ങനെയൊക്കെ ചെയ്യട്ടോ. ഇനിയിപ്പോൾ ഒരുപാട് ക്യാരറ്റ് ഇട്ടു എന്ന് കരുതിയിട്ട് അത് അറിയുപോലും ഇല്ല. അതങ്ങനെ കുട്ടികളെ കഴിക്കണ കൂട്ടത്തിൽ അങ്ങനെ കഴിച്ച് പോയിക്കോളും. ഈ ഒരു സമയത്ത് നമ്മുടെ പാൽപ്പുട്ടിന് രുചി കൂട്ടാനും, പാൽപ്പുട്ട് എന്ന പേര് വരുമ്പോൾ പാലോ പാൽപ്പൊടി എന്തെങ്കിലുമൊക്കെ വേണ്ടല്ലേ. അപ്പോൾ ഇതിലോട്ട് 2 ടേബിൾ സ്പൂൺ പാൽപ്പൊടിയാണ് കേട്ടോ ഞാൻ ചേർത്തിട്ടുള്ളത്. പാൽപ്പൊടിയും കൂടി ചേർത്തിട്ട് നല്ല രീതിയിൽ കൈ വെച്ചിട്ട് നമുക്കൊന്ന് മിക്സാക്കി എടുക്കണം. ഇളം ചൂടുള്ള പാൽ ചേർത്ത് കൊടുക്കാം. അപ്പോൾ പാലിലേറെ ഒന്നുകൂടി ടേസ്റ്റ് എന്ന് പറയുന്നത് നമ്മുടെ പാൽപ്പൊടി തന്നെയാണ്. പാൽപ്പൊടി വെച്ച് ചെയ്യുമ്പോഴാണ് എനിക്കൊന്നുകൂടി ടേസ്റ്റി ആയിട്ട് തോന്നിയത് കേട്ടോ. അതുപോലെ തന്നെ നല്ലൊരു സ്മെല്ലാണ് നമ്മുടെ ഈ ഒരു പുട്ടിന്. അപ്പോൾ ഏകദേശം നമ്മുടെ പുട്ട് എല്ലായിടത്തേക്കും പാൽപ്പൊടിയൊക്കെ നല്ല രീതിയിൽ തന്നെ മിക്സാക്കി നമ്മുടെ മിക്സറോടെ റെഡി ആയിട്ടുണ്ട്. കണ്ടല്ലോ, ക്യാരറ്റൊക്കെയാണ് കേട്ടോ മുകളിൽ ഇങ്ങനെ ചെറിയതായിട്ട് നിൽക്കണേ. അത് കുഴപ്പമില്ല. ഞാൻ കുറച്ച് കൂടുതൽ ക്യാരറ്റ് ഇട്ടിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടം. അതിനനുസരിച്ച് ക്യാരറ്റിൻ്റെ അളവ് കൂട്ടുകയോ കുറയ്ക്കുകയോ ഒക്കെ ചെയ്യുക. അപ്പോൾ നമ്മുടെ പുട്ടുകുറ്റിയൊക്കെ എടുത്തിട്ടുണ്ട്. കുറ്റീൻ്റെ ചില്ലൊക്കെ ഇട്ട് കൊടുത്തിട്ട് കുറച്ച് തേങ്ങ, പിന്നെ നമ്മുടെ കുറച്ച് മിക്സും, പിന്നെ കുറച്ച് തേങ്ങ മിക്സ് അങ്ങനെ ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ അത്യാവശ്യം തേങ്ങ നമ്മൾ നല്ല രീതിയിൽ തന്നെ വറുത്തിട്ട് ഈ ഒരു മിക്സൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ഒരു പുട്ട് കഴിക്കാനായിട്ടും നല്ല രുചിയാണ്. അങ്ങനെ നമ്മുടെ പുട്ടുകുറ്റിയിലൊക്കെ വെള്ളം നല്ല രീതിയിൽ തിളച്ച് വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ എപ്പോഴും ചെയ്യുന്നൊരു പണിയാണ് ഒരു കോട്ടൻ്റെ ക്ലോത്ത് ഇതുപോലെ നനച്ചിട്ട് ഇങ്ങനെ കെട്ടി കൊടുക്കും കേട്ടോ. അങ്ങനെ ചെയ്യുമ്പോൾ ആവി പുറത്തേക്കൊന്നും പോവില്ല. നല്ല രീതിയിൽ തന്നെ മുകളിലോട്ടൊക്കെ കയറി നമ്മളെ പുട്ടിന് പെട്ടെന്ന് തന്നെ ആവിയൊക്കെ വന്ന് കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഏതായാലും അവിടെ കിടക്കട്ടോ കേട്ടോ. നമ്മൾ സാധാരണ നമ്മുടെ ആ പുട്ടിൻ്റെ ആ ഒരു വേവ് മാത്രം തന്നെ ഉള്ളത് തന്നെ കേട്ടോ. എക്സ്ട്രാ നമ്മളൊന്നും ചേർത്തിട്ടില്ല. ക്യാരറ്റും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കൂടി ഒരുപാടങ്ങ് കുത്തി നിറക്കരുതിട്ട്, അങ്ങനെ ആവി വരാൻ ബുദ്ധിമുട്ടാവും. ഇങ്ങനെ ഫ്രീ ആയിട്ട് ഇങ്ങനെ പൊടി നമ്മൾ ഈ ഒരു മിക്സ് ഇങ്ങനെ ഇട്ട് കൊടുക്കുക. ഒരുപാട് കുത്തി ഇങ്ങനെ നിറച്ച് കൊടുത്താലൊക്കെ ടൈറ്റായിട്ട് ഉള്ളിലിങ്ങനെ കട്ടയായിട്ട് നിൽക്കും. പിന്നെ നമുക്കത് ആവിയൊന്നും കിട്ടൂല, ശരിക്കും വെന്തൊന്നും കിട്ടൂല കേട്ടോ. അപ്പോൾ കണ്ടല്ലോ, ഒന്നാമത്തത് നമ്മളെ ട്രിപ്പ് അടിപൊളിയായിട്ട് കിട്ടിയിട്ടുണ്ട്. ബാക്കി രണ്ടാമത്തെ ഞാൻ വേവിച്ച് കൊടുത്തിട്ട് അതും കുത്തിയെടുക്കുകയാണ് കേട്ടോ. അപ്പോൾ രാവിലെയൊക്കെ നിങ്ങളിത് ഉണ്ടാക്കുകയാണെങ്കിൽ എന്തായാലും നിങ്ങൾക്ക് ഒരുപാട് ഉപകാരമാവും. കറിയുടെ ആവശ്യമില്ല. ഒപ്പം നമ്മുടെ മക്കളൊക്കെ നല്ലോണം വയറ് നിറച്ച് കഴിക്കുകയും ചെയ്യും. നല്ല ടേസ്റ്റുമാണ്. അതുപോലെ തന്നെ നല്ല സോഫ്റ്റാണ് കേട്ടോ ചോറ് വെച്ച് ചെയ്തത് കൊണ്ട് തന്നെ. അപ്പോൾ ഇനി വേണമെന്നുണ്ടെങ്കിൽ ഒരു പപ്പടം കൂടിയൊക്കെ പൊരിക്കുകയാണെങ്കിൽ ഒന്നുകൂടി ഉഷാറായിട്ട് കിട്ടും. അതൊക്കെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്യാം കേട്ടോ. പഞ്ചസാര ഞാനിവിടെ ഇട്ട് 2 ടേബിൾ സ്പൂണാണ്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ പഞ്ചസാര കൂട്ടുകയോ കുറയ്ക്കുകയോ ഒക്കെ ചെയ്ത് കൊടുക്കുക. അപ്പോൾ കണ്ടല്ലോ, നമ്മൾ രണ്ടാമത്തെ ട്രിപ്പും കഴിഞ്ഞു. ഇനി നമുക്ക് ഒരു കുറ്റി കൂടി ഉള്ളുണ്ട് കേട്ടോ. ഏകദേശം ഞാനിവിടെ 3/4 കപ്പ് അരിപ്പൊടിയും 1 കപ്പ് ചോറിനും എനിക്ക് ഏകദേശം 3 കുറ്റി പുട്ടാണ് കിട്ടിയത്. അതുപോലെ തന്നെ നല്ല സ്മെല്ലാണ് കേട്ടോ, പറഞ്ഞറിയിക്കാൻ വയ്യ. നമ്മുടെ ആ ഒരു നെയ്യിലിട്ടിട്ട് തേങ്ങയും നട്സൊക്കെ വാട്ടിയെടുത്തതും എല്ലാത്തിൻ്റെയും സ്മെല്ല് നല്ല രീതിയിൽ തന്നെ ഈ ഒരു പുട്ടിലോട്ടൊക്കെ കയറി കിട്ടിയിട്ടുണ്ട്. ഉണ്ടല്ലോ, നല്ല ആവി പറക്കണ ഇതുപോലെയുള്ള പുട്ടൊക്കെ നിങ്ങൾ ഉണ്ടാക്കുക. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ഈ ഒരു പാൽപുട്ടിൻ്റെ ഒരു വീഡിയോ എല്ലാ ഫാമിലിക്കും ഫ്രണ്ട്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ. നിങ്ങളൊക്കെ ഷെയർ ചെയ്യുമ്പോഴല്ലേ നമ്മുടെ വീഡിയോയ്ക്ക് ആരെങ്കിലുമൊക്കെ കാണുള്ളൂ. അതുപോലെ തന്നെ ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഉപകാരപ്രദമാകട്ടെ. രാവിലെയോ വൈകുന്നേരം നമ്മുടെ മക്കളൊക്കെ സ്കൂളിൽ വരുന്ന നേരത്തൊക്കെ വയറ് നിറച്ച് കഴിക്കാൻ പറ്റിയ നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു പാൽപുട്ട് തന്നെയാണ് കേട്ടോ ഇത്. ഈ കൈ കൊണ്ട് എടുക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് അറിയാൻ പറ്റും ഇത് എത്രത്തോളം സോഫ്റ്റ് ആണെന്നല്ലേ.
നല്ല സോഫ്റ്റാണ്, അതുപോലെ തന്നെ നല്ല രുചിയുണ്ട് കേട്ടോ. നട്ട്സിൻ്റെയൊക്കെ ആ ഒരു ഇടയിലൊക്കെ ഇങ്ങനെ കടിക്കാൻ കിട്ടുമ്പോൾ ഒരു പ്രത്യേക രുചിയാണ്. അതുപോലെ തന്നെ നമ്മുടെ നെയ്യ്, തേങ്ങ എല്ലാം വറുത്തെടുത്തുകൊണ്ട് തന്നെ കഴിക്കാൻ നല്ല ടേസ്റ്റ് ഉണ്ട്. ക്യാരറ്റിൻ്റെ അളവ് കുറക്കണവർക്ക് കുറച്ചൊക്കെ കൊടുക്കാം കേട്ടോ. പക്ഷേ ഇതിലിപ്പോൾ ഇനി കുറച്ച് കൂടുതൽ ക്യാരറ്റ് ഇട്ടു എന്ന് കരുതിയിട്ട് ടേസ്റ്റിനൊന്നും ഒട്ടും വ്യത്യാസം ഉണ്ടാവില്ല, ആരും അറിയുപോലും ഇല്ല കേട്ടോ. അത്രയും ടേസ്റ്റിയാണ്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഇൻഷാ അല്ലാഹ് നാളെ നല്ലൊരു വീഡിയോ ആയിട്ട് വരാം. എല്ലാവരോടും അസ്സലാമു അലൈക്കും.